ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതമാണ്. ഗണിതത്തിൽ നമ്മുടെ രണ്ടാമത്തെ പാഠം 1000-ഉം കടന്ന്. നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക, പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ 1000-ഉം കടന്ന്. അപ്പോൾ എന്താണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ 1000-ത്തെ കുറിച്ചാണ്. അല്ലെ, അത് 1000 നിങ്ങൾക്ക് എല്ലാവർക്കും 1 തൊട്ട് 1000 വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ അറിയാമെന്ന് കരുതുന്നു. അറിയില്ലെങ്കിൽ പഠിക്കുക. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് 1000-ന് ശേഷമുള്ള 1000 കഴിഞ്ഞ് വരുന്ന സംഖ്യകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് കാണുന്നത്, കാർ റേസ് നടക്കുകയാണ് അല്ലെ, കാറോട്ട മത്സരം നടക്കുകയാണ്. ഇവിടെ എന്താണ് പറയുന്നത് നോക്കൂ. എന്താ ഈ കുട്ടികൾ പറയുന്നത്, മത്സരം നടക്കുകയാണ്. ഒന്നാമത്തേത് ടോട്ടോ കാറാണ്. അതിന്റെ നമ്പർ കണ്ടോ, എത്ര നമ്പർ? 1000. 1000-ന് എത്ര പൂജ്യമാ? 3 പൂജ്യം അല്ലെ, 1000. പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ ബോർഡുകൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം നമുക്ക് വരും പേജുകളിലുണ്ട്. അതായത് ഇവിടെ 900 ആണ്, അടുത്തത് 1000. 100 കൂടി അല്ലേ, 1000. 900-ന് കൂടെ 100 കൂട്ടിയപ്പോൾ 1000-ആയി. അപ്പൊ വീണ്ടും ഒരു 100 കൂടി അടുത്ത സംഖ്യ എത്രയായിരിക്കും? 1100. അത് കഴിഞ്ഞാൽ 1200 അല്ലെ. 100 കൂട്ടിയിട്ട് എഴുതാനാണ് പറയുന്നത്. ഇത് നമ്മൾ ഈ ചോദ്യം ഇങ്ങനെ എഴുതാൻ പറയുന്ന ചോദ്യം വരും പേജുകളിലുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ടോപ്പിക് നോക്കാം. സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ. ബന്ധം കണ്ടുപിടിച്ച് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ. അതായത് എന്താണ് ചെയ്യേണ്ടത്, ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ നോക്കൂ, 9, 10. അടുത്തടുത്ത സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. 9, 10. അടുത്തത് 100. 100 കഴിഞ്ഞാൽ അടുത്ത് 101. ഇവിടെ താഴെ 110 എഴുതിയിട്ടുണ്ട്. അപ്പൊ 110-ന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാ? 109. അപ്പൊ 199 എഴുതിയിട്ടുണ്ട്. അപ്പൊ 199 കഴിഞ്ഞാൽ വരുന്ന സംഖ്യ എത്രയാ? ഇവിടെ 200 ആണ് കേട്ടോ എഴുതേണ്ടത്. നമ്മളത് തെറ്റി എഴുതിയതാണ്. 120 അല്ല, 200 കേട്ടോ. ശരിയാക്കി എഴുതുക നിങ്ങള്. ഇത് 199 കഴിഞ്ഞാൽ വരുന്ന സംഖ്യ എത്രയാ? 200. അടുത്തത് 280 എഴുതിയിട്ടുണ്ട്. അപ്പൊ 280-ന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാണ്? 279. അടുത്ത 500 എഴുതിയിട്ടുണ്ട്. അപ്പൊ 500 കഴിഞ്ഞ് വരുന്ന, താഴെയാണെങ്കിൽ കഴിഞ്ഞ് വരുന്ന സംഖ്യ, മേലെയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള സംഖ്യ. അപ്പൊ 500 കഴിഞ്ഞ് വരുന്ന സംഖ്യ 501. 667 തൊട്ട് മുമ്പുള്ള സംഖ്യ 666. 909 അല്ലെ. എങ്ങനെ വായിക്കുക? 900 സംഖ്യകളൊക്കെ വായിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഇപ്പോഴും പലർക്കും ചില സംഖ്യകൾ വായിക്കാൻ അറിയാത്തവരായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. 1 തൊട്ട് 1000 വരെ സംഖ്യകൾ നമുക്ക് കറക്റ്റായിട്ട് വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ സാഹിത്യ സംഖ്യ എങ്ങനെ വായിക്കുക? 909. 909 കഴിഞ്ഞ് വരുന്ന സംഖ്യ 910. അടുത്തത് 990-ന് മുമ്പുള്ള സംഖ്യ 989. അടുത്തത് എന്താ പറയുന്നത്? 999 കഴിഞ്ഞ് വരുന്ന സംഖ്യയാണ്. ഒന്ന് കൂടിയാൽ 999-ന്റെ കൂടെ ഒന്ന് കൂടിയാൽ 1000. മനസ്സിലായല്ലോ? അപ്പൊ എന്താ 999-ന്റെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് 999. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം 4 അക്ക സംഖ്യയാണ്. ഇത് കണ്ടില്ലേ, 1 0 0 0. എത്ര സംഖ്യ ഉണ്ട്? 4 ഉണ്ട്. അപ്പൊ 4 അക്ക സംഖ്യയാണ്. അപ്പൊ 1000 എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് കേട്ടോ. നമ്മൾ 1000-ൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ ടോട്ടോ കാറിന് നിറം കൊടുക്കൂ. നിങ്ങൾ എഴുതിയ സംഖ്യകൾ ചുവടെയുള്ള ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കൂ. ആ കളങ്ങൾക്ക് നിറം കൊടുക്കൂ. അതായത് നിങ്ങൾ എഴുതിയ സംഖ്യകൾ 109, 200, 279. അപ്പൊ നമ്മൾ എഴുതിയ സംഖ്യകൾ എന്ത് ചെയ്യുക? ഇവിടെ കണ്ടെത്തിയിട്ട് ആ സംഖ്യകൾക്ക് എന്ത് ചെയ്യുക? നിറം കൊടുക്കുക കേട്ടോ. ഒരു കാറിന്റെ ചിത്രം കിട്ടുവേ. അടുത്ത ടോപ്പിക്കാണ് നമ്പർ പ്ലേറ്റ്. ടോട്ടോ കാറിന്റെ കൂട്ടുകാരാണിവർ. സൂചനകളിൽ നിന്നും നമ്പർ കണക്കാക്കി നമ്പർ പ്ലേറ്റിൽ എഴുതി ചേർക്കൂ. അപ്പൊ ഈ കാണുന്ന സൂചന നോക്കിയിട്ട് വേണം ഇവിടെ എന്ത് ചെയ്യാൻ? നമ്പർ എഴുതാൻ കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്? 800 410. 800 410 21. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? 800 410. അപ്പൊ നമ്മൾ സ്ഥാനവില നോക്കുക. 3 അക്ക സംഖ്യയാണെങ്കിൽ ആദ്യത്തേത് 100-ന്റെ സ്ഥാനം, രണ്ടാമത്തേത് 10-ന്റെ സ്ഥാനം, അടുത്തത് 1-ന്റെ സ്ഥാനം. അപ്പൊ ഇവിടെ 800 410 21. അപ്പൊ 842. അടുത്തതോ 910-ൽ നിന്നും 1 കുറവ്. അപ്പൊ 910-ന്ന് 1 കുറയ്ക്കുക. എത്രയാ? 909. അടുത്തത് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും വലിയ 3 അക്ക സംഖ്യ നമ്മൾ ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഏതാണ്? 999. അടുത്തത് ഏറ്റവും വലിയ 2 അക്ക സംഖ്യയോട്. ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാണെന്ന് അറിയുമോ? ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാ? 99 അല്ലെ. ഏറ്റവും വലിയ 2 അക്ക സംഖ്യ. ഏറ്റവും വലിയ 2 അക്ക സംഖ്യയോട് ഒന്ന് കൂട്ടിയത് എന്ന് പറയുമ്പോൾ എന്താ? 100. മനസ്സിലായല്ലോ? അടുത്തത് അമ്പമ്പോ 1000. എന്റെ നമ്പർ വായിക്കൂ. എന്താണ്? 1000.
എൻഡ് നമ്പർ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ്. നമുക്ക് അറിയണ കാര്യമാണ് അല്ലെ. 1000 എന്ന് പറഞ്ഞത് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ്. അടുത്തത് വരച്ചു ചേർക്കുന്നതാണ്. ഏതൊക്കെ വാഹനങ്ങളുടെ നമ്പറുകൾ കൂട്ടിയാൽ ടോട്ടോ കാറിന്റെ നമ്പർ കിട്ടും? വരച്ചു ചേർക്കും. ടോട്ടോ കാറിന്റെ നമ്പർ എത്രയാണ്? 1000. അപ്പൊ ഏതൊക്കെ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 1000 കിട്ടുക? അപ്പൊ അതാണ് വരച്ചു ചേർക്കേണ്ടത്. അതായത് ഇപ്പൊ 505, ആദ്യത്തെ സംഖ്യ 505. 505ന്റെ കൂടെ ഏത് കൂട്ടുമ്പോഴാണ് 1000? 495. എങ്ങനെ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന വെച്ചാൽ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? 1000-ൽ നിന്നും 505 മൈനസ് ചെയ്യുക, കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 495. അതുപോലെ അടുത്ത് നമുക്ക് കണ്ടെത്തണം 999 കൂടെ ഏത് കൂട്ടുമ്പോഴാണ് 1000? 1000-ൽ നിന്ന് 999 കുറയ്ക്കുക, അപ്പൊ 1 എന്നായിരിക്കും ഉത്തരം കിട്ടുക. അടുത്തത് 1000-ൽ നിന്ന് 750 കുറയ്ക്കുക, അപ്പൊ എത്ര ഉത്തരം കിട്ടുക? 250. അതായത് 750 കൂട്ടണം 250, ഉത്തരം 1000. 990 കൂട്ടണം 10, ഉത്തരം 1000. 900 കൂട്ടണം 100, ഉത്തരം 1000. മനസ്സിലായല്ലോ. അടുത്തത് ഒന്നുകൂടി ചേർത്താൽ എന്നാണ് അടുത്ത ടോപ്പിക്. അബാക്കസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അബാക്കസിലെ സംഖ്യ എന്താണ്? ഇത് ചിത്രം നോക്കി പറയൂ. അബാക്കസിലെ സംഖ്യ 100 ഉണ്ട്, 10 ഉണ്ട്, 1 ഉണ്ട്. എല്ലാത്തിലും 9 എണ്ണം വീതമാണ് മുത്തുകൾ. അങ്ങനെയാണെങ്കിൽ അബാക്കസിലെ സംഖ്യ ഏതാ? 999. ഇതിന്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയാലോ? ഒന്നിലെ മാക്സിമം 9 എണ്ണം ഇടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ 1 എവിടെ കൂടുക? 1 ഇവിടെ കൂടുക അല്ലെ. ഒന്നുകൂടി കൂട്ടി എത്രയാവും? അതായത് ഈ മുത്തുകളുടെ കൂടെ ഒരു മുത്തും കൂടെ കൂടിക്കഴിഞ്ഞാൽ എത്രയാവുന്നതാണ് ചോദ്യം. അതായത് നമ്മുടെ 999 കൂടെ കേട്ടോ, 999 കൂടെ 1 കൂട്ടി എത്രയാ? 1000. ഈ സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. അതായത് 1000-ന് അബാക്കസിൽ വരയ്ക്കാനാണ് പറയുന്നത്. സിമ്പിൾ അല്ലേ. 1000, 100, 10, 1. അപ്പൊ 1000-ന്റെ ഇവിടെ സ്ഥാനം നോക്കുക. നാലക്ക സംഖ്യയിൽ ആദ്യത്തെ നമ്പർ 1000, അടുത്തത് 100, അടുത്തത് 10, അടുത്തത് 1. അപ്പൊ ഇവിടെ 1. അപ്പൊ ഈ 1000-ന് ഇവിടെ എന്ത് ചെയ്യുക? ഒരു മുത്ത് വരച്ചു. 100ഉം 10ഉം 1ഉം എന്തെങ്കിലും വരയ്ക്കണോ? വേണ്ട, 0 ആണ് അല്ലെ. അപ്പൊ ഒന്നും വരയ്ക്കണ്ട. അപ്പൊ ഇതെങ്ങനെ വായിക്കുക? അബാക്കസ് നോക്കൂ. ഇത് എത്രയാണ്? 1000. അടുത്തത് പസിൽ കോർണർ ആണ്. ഞാൻ ആര്? അബാക്കസിൽ ഒരു മുത്ത് ഏറ്റവും വലിയ 3 അക്ക സംഖ്യയേക്കാൾ വലിയവൻ. ഞാൻ ആര്? അബാക്കസിൽ എന്റെ സ്ഥാനം ഏതാണ്? ആരാണ്? ഉത്തരം എന്താ? 1000 ആണ് ഉത്തരം അല്ലെ. അടുത്തത് പെട്രോൾ പമ്പ്. കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കാറുകൾ ഓരോന്നും 1000 രൂപയ്ക്ക് പെട്രോൾ നിറച്ചു. ഇപ്പൊ കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും 1000 രൂപയ്ക്ക് പെട്രോൾ നിറയ്ക്കുകയാണ്. ടോട്ടോക്കാര് 100 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത്. എത്ര നോട്ടുകൾ? അതായത് 1000 രൂപയ്ക്കാണ് പെട്രോൾ നിറച്ചത്. അപ്പൊ ടോട്ടോ കൊടുത്തത് 100 രൂപയുടെ നോട്ടാണ് കൊടുത്തതെങ്കിൽ എത്ര 100 രൂപ ചേരുന്നതാണ് 1000? എത്ര 100 രൂപ ചേരുന്നതാണ് 1000? 10 അല്ലെ. എത്ര 100 ചേർന്നാൽ 1000 ആയി? 10 100 ചേരുന്നത്. അടുത്തത് ടോമോക്കാര് 10 രൂപയുടെ ഒരു കെട്ട് നോട്ടാണ് കൊടുത്തത്. എത്ര നോട്ടുകൾ? അതായത് 10 രൂപയുടെ എത്ര നോട്ട് ചേരുന്നതാണ് 1000? 10 രൂപയുടെ 100 നോട്ടുകൾ ചേരുന്നതാണ് 1000. അടുത്തത് ബഗ്ഗിക്കാര് 1 രൂപ നാണയങ്ങളാണ് കൊടുത്തത്. എത്ര നാണയങ്ങൾ? 1000 രൂപയും നാണയമായിട്ട് കൊടുത്തു. 1 രൂപ നാണയം. അങ്ങനെയാണെങ്കിൽ 1000 രൂപയും കൊടുക്കുക. 1000 1 രൂപ ചേരുന്നതാണ് 1000. മനസ്സിലായല്ലോ. അടുത്തത് കാറോട്ട മത്സരമാണ്. റേസ് സർക്യൂട്ടിൽ കാറുകളുടെ മത്സരയോട്ടം നടക്കുകയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. ഓരോ കാറും ഓടിത്തീർത്ത റൗണ്ടുകൾ നൽകിയിരിക്കുന്നു. പോയിന്റ് കണക്കാക്കുക. അപ്പൊ ഓരോ കാറിന്റെ പേരും ഒരു റൗണ്ട് പൂർത്തിയാക്കിയാൽ 1000 പോയിന്റ് കിട്ടും കേട്ടോ. അപ്പൊ പോയിന്റ് എഴുതണേ. അപ്പൊ മിക്ക റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഒരു റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് എത്ര പോയിന്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും? ഒരു റൗണ്ടിന് 1000 പോയിന്റ് ആണെങ്കിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും? 1000 പോയിന്റ്. അടുത്തത് ആരാണ്? സൈഗ് ബി അല്ലെ. സൈഗ് ബി 5 റൗണ്ട് പൂർത്തിയാക്കി. 5 റൗണ്ട്, ഒരു റൗണ്ടിന് 1000 ആണെങ്കിൽ 5 റൗണ്ടിന് എത്രയായിരിക്കും? എങ്ങനെ വായിക്കുക? 5000 എന്നാണ് വായിക്കുക കേട്ടോ. അല്ലാതെ 5000 എന്ന് വായിക്കരുത്. 5000 ചേരുന്നതാണ് 5000. 5 ഇട്ട് 3 0 ഇട്ട് 5000 ആണ്. 5000 എന്ന് വെച്ചാൽ 5000 എന്നാണ് വായിക്കുക. അടുത്തത് ബഗ്ഗി ഓടിയത് 3 റൗണ്ട്. അപ്പോൾ ഒരു റൗണ്ടിന് 1000 ആണെങ്കിൽ 3 റൗണ്ടിന് എത്രയായിരിക്കും? അപ്പൊ എത്ര വായിക്കുക? 3000 എന്നാണ് വായിക്കുക. അല്ലാതെ 3000 എന്ന് വായിക്കില്ല. വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? 3000 എന്ന് വായിക്കണം. 3000 ചേരുന്നതാണ് 3000. അടുത്തത് ആൽഫ 6 റൗണ്ട് പൂർത്തിയാക്കി. അപ്പൊ എത്രയായിരിക്കും? 6000. അടുത്തത് ടോമോ 7 റൗണ്ട് പൂർത്തിയാക്കി. അപ്പൊ 7000. ഫ്ലോറ 4 റൗണ്ട് പൂർത്തിയാക്കി. അപ്പൊ 4000. ഫ്രെഡി 8 റൗണ്ട് പൂർത്തിയാക്കി. അപ്പൊ 8000. സ്പീഡി 9 റൗണ്ടാണ് പൂർത്തിയാക്കിയത്. അപ്പൊ 9000. ടോട്ടോ 10 റൗണ്ട് പൂർത്തിയാക്കി. അപ്പൊ പോയിന്റ് എത്രയായിരിക്കും? 10,000. 10,000-ന്റെ പ്രത്യേകം നോക്കൂ. 4 അക്ക സംഖ്യ കഴിഞ്ഞൂലേ. 5 അക്കം വരികയാണ് അല്ലെ. 10 3 0 എത്ര അക്കമായി? 5 അക്ക സംഖ്യയായി അല്ലെ. 10,000. ബോണി പൂർത്തിയാക്കിയത് 2 റൗണ്ടാണ്. അപ്പൊ 2000.
കിട്ടിയ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ കാറുകളെ ക്രമപ്പെടുത്തി നോട്ട്ബുക്കിൽ എഴുതൂ. എങ്ങനെയൊക്കെ ക്രമപ്പെടുത്താം, അതായത് ആദ്യത്തെ 1000, പിന്നെ 2000, 3000 ഓർഡറിൽ ക്രമപ്പെടുത്തി എഴുതുക കേട്ടോ. അടുത്തത് പടി കയറാം. പടികളിലെ സംഖ്യകളെല്ലാം എഴുതുക. അപ്പൊ 1000, ഒരു 1000 ആണ് 1000 അല്ലെ. അടുത്തത് 1000 1000, 2000 ചേരുന്നത് 2000. അടുത്ത ഇവിടെ എത്ര ആയിരം? 3. 3000 ചേർന്നാൽ 3000. അടുത്തത് 4000 ചേർന്നാൽ 4000. അടുത്തത് എത്ര 5000 ചേരുന്നതാണ് 5000. അടുത്തത് 6000 ചേർന്നാൽ 6000. നെക്സ്റ്റോ 7000 ചേർന്നാൽ 7000. 8000 ചേർന്നാൽ 8000. 9000 ചേരുന്നതാണ് 9000. 10,000 ചേരുന്നതാണ് എന്ത്? 10,000. എങ്ങനെ വായിക്കുക? 10,000. ഓരോ കാറുകൾ നേടിയ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓർഡറിൽ. എന്താണ്? സൈബിക് കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കൂ. എവിടെ കാറ്? ഇവിടെ കൊടുത്തു 5000 ആണ് അല്ലേ, 5000 ആണ്. അപ്പൊ 1000ത്തിന്റെ സ്ഥാനത്ത് എത്ര 0 ഇടണം? എത്ര മുത്ത് വരയ്ക്കണം? 5 എണ്ണം വരയ്ക്കണം അല്ലെ, 5 എണ്ണം വരയ്ക്കണം. 100ഉം 10ഉം ഒന്നും വരയ്ക്കണോ? വേണ്ട അല്ലെ, അവിടെ എല്ലാം 0 ആണ്. അപ്പൊ അവിടെ ഒന്നും വരയ്ക്കണ്ട. അപ്പൊ 5000 ചേർന്നാൽ 5000 ആണ്. അതായത് എങ്ങനെ വായിക്കും? 5000 എന്ന് പറയും. മനസ്സിലായല്ലോ? സ്പീഡി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കൂ. സ്പീഡി എവിടെ? സ്പീഡിക്ക് എത്ര പോയിന്റ് കിട്ടിയിരിക്കുന്നത്? 9000 ആണ് അല്ലെ. അപ്പൊ 1000ത്തിന്റെ സ്ഥാനത്ത് എത്ര എണ്ണം വരയ്ക്കാം? എത്ര മുത്ത് വേണം? 9 മുത്ത് ഇതുപോലെ വരയ്ക്കുക കേട്ടോ. ഓക്കെ, 9000 ചേർന്നാൽ 9000. മനസ്സിലായല്ലോ? 10,000 ചേരുമ്പോൾ 10,000, അല്ലെങ്കിൽ അതെങ്ങനെ പറയും? 10,000 എന്നും പറയും. 10,000 അല്ലെങ്കിൽ 10,000 എന്നും പറയും കേട്ടോ. 20,000 ചേരുമ്പോഴോ? 20,000. മനസ്സിലായല്ലോ? ഇനി മറ്റു തുകകൾ എഴുതുക. 10, 100, 1000, 10,000 വെച്ചിട്ടാണ് നമ്മളിവിടെ എഴുതാൻ പോണത്. 5ഉം 5ഉം കൂട്ടി എത്ര കിട്ടും? 10. 6ഉം 4ഉം കൂട്ടിയാൽ 10. 7ഉം 3ഉം കൂട്ടിയാൽ 10. ഇതേപോലെ 5, 5 അത് നമുക്ക് 100ലേക്ക് 100 ആക്കണം. അത് നമുക്ക് 5, 5 കൂട്ടിയാൽ 10. അപ്പൊ 5ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പൊ 50ഉം 50ഉം കൂട്ടിയാൽ എന്തായി? 100 ആയി. അതെ 1000 കിട്ടണമെങ്കിൽ വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കുക. 500 കൂട്ടണം 500, 1000. ഇനി 10,000 കിട്ടണമെങ്കിലോ 5000 കൂട്ടണം 5000, ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. 5000 കൂട്ടണം 5000, 10,000. ഇതുപോലെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 6 കൂട്ടണം 4, 10. അപ്പൊ അടുത്ത ടേബിൾ എങ്ങനെയായിരിക്കും? അതേപോലെ 7 കൂട്ടണം 3, 10. 8 കൂട്ടണം 2, 10. അടുത്തത് 9 കൂട്ടണം 1, 10. അതേപോലെ 100നെ നോക്കുകയാണെങ്കിലോ 6 കൂട്ടണം 4 പറയുമ്പോൾ 100ലേക്ക് മാറ്റുമ്പോൾ 60 കൂട്ടണം 40, 100. അതേപോലെ 70 കൂട്ടണം 30, 100. 80 കൂട്ടണം 20, 100. 90 കൂട്ടണം 10, 100. 1000 കിട്ടണമെങ്കിൽ 600 കൂട്ടണം 400, 1000. 700 കൂട്ടണം 300, 1000. 800 കൂട്ടണം 200, 1000. 900 കൂട്ടണം 1000, 900 കൂട്ടണം 100, 1000 അല്ലേ. 10,000 കിട്ടണമെങ്കിലോ 6000 കൂട്ടണം 4000, 10,000. 7000 കൂട്ടണം 3000, 10,000. 8000 കൂട്ടണം 2000, 10,000. അതുപോലെ 9000 കൂട്ടണം 1000. ഉത്തരം എന്താ? 10,000. അത് നമ്മൾ പറയുന്നത് സ്പീഡോമീറ്റർ. അടുത്ത ടോപ്പിക്കാണ് സ്പീഡോമീറ്റർ. കാറോട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോ 1000 കിലോമീറ്റർ ആണ് ഓടിയത്. മത്സരത്തിൽ ഒരു ലാപ്പ് 1 കിലോമീറ്റർ ആണ്. അത് ഒരു ലാപ്പ് 1 കിലോമീറ്റർ ആണെങ്കിൽ എത്ര ഓടിയെന്നാണ് ഈ പട്ടിക പൂർത്തിയാക്കേണ്ടത് കേട്ടോ. ഒരു ലാപ്പ് എന്ന് വെച്ചാൽ 1000 ഓടി, 1000 കൂടെ 1 കിലോമീറ്റർ കൂടെ ഓടി എന്ന് വെച്ചാൽ ഒരു ലാപ്പ് കൂടെ ഓടി. അപ്പോൾ 1 കിലോമീറ്റർ. അപ്പൊ 1001. 2 ഓടി. അപ്പൊ 1000 കൂട്ടണം 2, 1002 എന്നാണ് വായിക്കുക. അടുത്തത് 3. അപ്പൊ 1000 കൂട്ടണം 3, 1003. 4 ആണെങ്കിൽ 1000 കൂട്ടണം 4, 1004. 5 ലാപ്പ് ഓടിയ 1000 കൂട്ടണം 5, 1005. 6 ലാപ്പ് ഓടിയ 1000 കൂട്ടണം 6, 1006. 7 ലാപ്പ് ഓടിയ 1000 കൂട്ടണം 7, 1007. അങ്ങനെയാണെങ്കിൽ 11 ലാപ്പ് ഓടിയ സ്പീഡോമീറ്ററിൽ എത്രയാകും? 1000 കൂട്ടണം 11, 1011. 15 ലാപ്പ് ഓടിയാലോ 1000 കൂട്ടണം 15, 1015. 25 ലാപ്പ് ഓടിയാലോ 1000 കൂട്ടണം 25, 1025. ഇങ്ങനെയാണ് വായിക്കുക. എഴുതാം, വരയ്ക്കാം, വായിക്കാം. അപ്പൊ 1000ന്റെ കൂടെ 1 ചേർന്നാൽ 1000ഉം 1ഉം ചേർന്നാൽ എങ്ങനെ എഴുതുക? 1000 മേലെ എഴുതി, ഒറ്റക്ക സംഖ്യ നമ്മൾ താഴെ എഴുതി, 1 എഴുതി. എങ്ങനെ എഴുതും? 1001. എങ്ങനെ വായിക്കുക? 1001. അതിനെ സംഖ്യയിൽ എഴുതുക, അബാക്കസിൽ വരയ്ക്കുക. 1001 പറയുമ്പോൾ നമ്മൾ അബാക്കസ് എഴുതാം. എല്ലാവർക്കും മനസ്സിലായില്ലേ? 1000ന്റെ സ്ഥാനത്ത് 1000 ഒരു വര ഇട്ടിട്ടുണ്ട്. പിന്നെ 100 ഇല്ല, 10 ഇല്ല. അപ്പൊ ഒന്നും ചെയ്യേണ്ട. അവിടെ 1ന്റെ സ്ഥാനത്ത് 1 വരച്ചു. അപ്പൊ 1001. അതേപോലെ 1002 എഴുതുക. ഇതുപോലെ 1002 അബാക്കസിൽ 1002 വരയ്ക്കുക. അടുത്തത് 1003 അല്ല, 1004 ആണ്. അപ്പൊ ഇതുപോലെ 1004 എന്ന് എഴുതുക, അബാക്കസിൽ വരയ്ക്കുക. അടുത്തത്
6 ആണ്. 1006. അടുത്തത് 1000ഉം 5ഉം 1000വും 5ഉം. അടുത്തത് 1000വും 9ഉം. അടുത്തത് 1000വും 7ഉം. അടുത്തത് 1000വും 8ഉം. അടുത്ത 1000വും 10ഉം. അപ്പൊ 1000വും 6ഉം 1000വും 6ഉം എത്രയാ? 1000വും 6ഉം 1006. 1000വും 5ഉം 1005. 1000വും 9ഉം 1009. 1000വും 7ഉം 1007. 1000വും 8ഉം 1008. 1000വും 10ഉം 1010. അതിനെ എന്ത് ചെയ്യണം? അതിന്റെ അക്ഷരത്തിൽ എഴുതണം കേട്ടോ. 1004, 1005, 1009, 1007, 1008, 1010. അതുപോലെ സംഖ്യയിലും എഴുതുക, അബാക്കസിലും വരയ്ക്കുക. മനസ്സിലായല്ലോ? ഇതുപോലെ അബാക്കസിലും വരച്ചു ചേർക്കുക. അപ്പോഴാണ് ചോദ്യം കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മളിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് മേലോട്ട് പോയിരിക്കുന്നത് കേട്ടോ, വരച്ചിട്ട് പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെറുതാക്കി വരയ്ക്കുക. മനസ്സിലായില്ലേ? അടുത്തത് 1000ത്തോട് ചേരുമ്പോൾ 1000വും 100ഉം ആണെങ്കിലോ എങ്ങനെ വായിക്കുക? 1100 എന്ന് വായിക്കും. 1000വും 10ഉം ആണെങ്കിലോ 1010. ഇനി 2000വും 200. അപ്പൊ ഇതുപോലെ എഴുതണം കേട്ടോ. 2000, 200. 2200 എന്നാണ് വായിക്കുക. 3000വും 40ഉം ആണെങ്കിലോ 3040. 3000വും 5ഉം ആണെങ്കിലോ 3005. അടുത്തത് 1000 കൂട്ടണം 300 കൂട്ടണം 30. 1000 കൂട്ടണം 300 കൂട്ടണം 30 എത്രയാ? 1330. മനസ്സിലായല്ലോ? അടുത്തത് 5000 കൂട്ടണം 30 കൂട്ടണം 3. 5000 കൂട്ടണം 30 കൂട്ടണം 3. 5033. 5033. അടുത്തത് 8000 കൂട്ടണം 300 കൂട്ടണം 3. 8000 കൂട്ടണം 300 കൂട്ടണം 3 എത്രയാ? 8303. അടുത്ത 6000 കൂട്ടണം 700 കൂട്ടണം 40 കൂട്ടണം 8. അപ്പൊ എത്രയാ? 6748. മനസ്സിലായോ? ഇതേപോലെ അക്ഷരത്തിൽ നമുക്ക് എഴുതാൻ അറിയണം. 1000 മുതൽ 1200 വരെ എത്ര സംഖ്യകളുണ്ട്? 1200 1000 കുറയ്ക്കുക, പ്ലസ് ഒന്നും കൂടെ ചെയ്യുമ്പോഴാണ് ഉത്തരം കിട്ടുള്ളൂ, കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 201 സംഖ്യകളാണ് ഉള്ളത്. അടുത്തത് അക്കത്തിലും അക്ഷരത്തിലും എഴുതൂ. അക്കത്തിലും എഴുതണം, അക്ഷരത്തിലും എഴുതണം കേട്ടോ. അക്കത്തിലുള്ളതിന്റെ അക്ഷരത്തിൽ എഴുതുക, അക്ഷരത്തിലാണ് തന്നിട്ടില്ലെങ്കിൽ അക്കത്തിൽ എഴുതുക. അപ്പൊ അക്കത്തിൽ ഇവിടെ 5250. 250 ചേർത്ത് എഴുതിയാൽ 250 എന്ന് വായിക്കും. നമ്മള് 200 കണ്ടാണ് എഴുതിയെങ്കിൽ 250 എന്ന് എഴുതണം. അടുത്തത് 7707. അടുത്തതോ 9018. അടുത്തതോ 9009. മനസ്സിലായല്ലോ? അടുത്തത് സംഖ്യാകാർഡുകളാണ്. സംഖ്യാകാർഡുകൾ നോക്കൂ. അവ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന 4 അക്ക സംഖ്യകൾ എഴുതുക. അതായത് 3ഉം 5ഉം 8ഉം 1ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 4 സംഖ്യാകാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 4 അക്ക സംഖ്യകളും ആദ്യം എന്ത് ചെയ്യുക? അതുപോലെ എഴുതി ചേർക്കുക. ഓക്കെ. അപ്പൊ നമ്മള് ഈ 3ഉം 5ഉം 8ഉം 1ഉം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 4 അക്ക സംഖ്യകളും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതില് 5ൽ തുടങ്ങുന്ന എത്ര സംഖ്യകളുണ്ട്? 6 സംഖ്യകളാണ് 5ൽ തുടങ്ങുന്ന സംഖ്യകൾ. അല്ലെ? 6 എണ്ണം ഉണ്ട് 5ൽ തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ 1000ന്റെ സ്ഥാനത്ത് 5 വരുന്നത് കേട്ടോ. 10ന്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 6 എണ്ണം. എണ്ണി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 6 എണ്ണം ഉണ്ടാവും. സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ നോട്ട്ബുക്കിൽ എഴുതുക. അതായത് ഇവിടെയുള്ള എല്ലാ സംഖ്യകളും ചേർത്തിട്ട് എന്ത് ചെയ്യാം? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ എഴുതുക. അടുത്തത് സംഖ്യ വായിക്കാമോ ആണ് കേട്ടോ. വായിക്കുക, റീഡ് ചെയ്യാനാണ് പറയുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സ്പീഡി കാറിന്റെ രജിസ്റ്റർ നമ്പർ ചെളിപുരണ്ട് മറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ സംഖ്യയിൽ വായിക്കുക. ആദ്യത്തെ നോക്കൂ. ആദ്യത്തെ ഇപ്പോൾ കാണുന്ന നമ്പർ എത്രയോ? 9. അടുത്തത് കുറച്ച് സമയം വൃത്തിയാക്കിയപ്പോൾ 99. അടുത്ത് കുറച്ചുകൂടി വൃത്തിയാക്കിയപ്പോഴോ 999. മിക്ക ഭാഗവും വൃത്തിയാക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ നമ്പർ എത്രയാ? 9999. അല്ലെ? അടുത്ത് നമുക്ക് ഇവിടെ എഴുതുന്നത് എന്താ? എന്തൊരു ചന്തം. 9ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാ? 10. അതുപോലെ 99ന്റെ കൂടെ 1 കൂട്ടിയാലോ 100. 999 കൂടെ 1 കൂട്ടിയാലോ 1000. അതുപോലെ 9999 കൂടെ 1 കൂട്ടി എത്രയാണ്? 10000. അല്ലെ? 10000 എന്നാണ് വായിക്കുക. അടുത്തത് നെക്സ്റ്റ് ടോപ്പിക് മഡ് റേസ് ആണ്. ഒരു ഗെയിം ആണ് കേട്ടോ മഡ് റേസ്. കൂട്ടുകാരുമായി മഡ് റേസ് കളിക്കൂ. 100, 200, 600 വരെ എഴുതിയ ഡൈസ് ഉപയോഗിച്ച് കളിക്കുക. ഡൈസ് വീഴുമ്പോൾ മുകളിൽ കാണുന്ന സംഖ്യക്കനുസരിച്ച് കാറ് നീക്കൂ. പാലം വന്നാൽ പാലത്തിൽ കയറി മുന്നോട്ടും, കുഴിയിൽ വീണാൽ പിറകോട്ടും എത്തും. ആദ്യം 11,000ത്തിൽ എത്തുന്ന ആള് വിജയിക്കും. അപ്പൊ എന്താ ചെയ്യുക? നിങ്ങൾ ഗെയിം കളിച്ചു നോക്കുക. ഡൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കളിച്ചു നോക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പാഠത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത്. ഈ പാഠത്തിലെ ആദ്യ പേജിലെ ചിത്രത്തിലെ അവസാനത്തെ 2 ബോർഡുകളിലെ ദൂരങ്ങൾ എഴുതും. നമ്മൾ എഴുതിയിരുന്നു അല്ലെ? 1100, 1200 നമ്മൾ എഴുതിയില്ലേ? അതാണ് ഇവിടെ പറഞ്ഞ ചോദ്യമാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത് സമ്മാനമാണ്.
കാറോട്ട മത്സരത്തിൽ വിജയിയായ ടോട്ടോയ്ക്ക് ട്രോഫിക്കൊപ്പം ക്യാഷ് പ്രൈസും ഉണ്ട്. സമ്മാനം ചെക്കായിട്ടാണ് കൊടുത്തത്. ചെക്കിൽ തുക അക്കത്തിൽ എഴുതൂ. അവിടെ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്, അതിന് അക്കത്തിൽ എഴുതണം. എത്രയാണ് നമ്മൾ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത്? 9999. നാലക്ക സംഖ്യയാണ് അല്ലേ? 9999. അടുത്തത് കാറുകൾ സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ കാറും ആകെ സഞ്ചരിച്ച ദൂരം ചുവടെ കൊടുത്തിരിക്കുന്നു. നമ്പർ ഉണ്ട്, കാർ ഉണ്ട്, ദൂരം ഉണ്ട്. അപ്പൊ ഓടിയ ദൂരത്തിനനുസരിച്ച് പട്ടികപ്പെടുത്തു. കൂടുതൽ ദൂരം ഓടിയത് ആദ്യവും കുറച്ച് ദൂരം ഓടിയത് അവസാനവും എഴുതണേ. അപ്പൊ ഏറ്റവും കൂടുതൽ ദൂരം ഓടിയതാണ് ആദ്യം എഴുതേണ്ടത് അല്ലേ? അപ്പൊ ആദ്യം സമ്മാനം കിട്ടിയ കാർ ഏതാ? 6ാം നമ്പർ ആണ്. ടോട്ടോയാണ്. ടോട്ടോ അക്കത്തിൽ 8564 എന്ന് എഴുതും വേണം കേട്ടോ, അക്ഷരത്തിൽ എഴുതുക. അടുത്തത് ആരാണ്? 1ാം നമ്പർ മിക്കിയാണ്. 8546. അടുത്തത് 2ാമത്തെ നമ്പർ ബോണിയാണ്. എത്രയാണ്? എത്ര ദൂരം ഓടി? എത്ര കിലോമീറ്റർ ആണ് ഓടിയത്? 7982. അടുത്തത് 5ാം നമ്പർ ഫ്ലോറ 6735. അടുത്തത് 3ാമത്തെ നമ്പർ ആണ് സ്പീഡി 6370. നമ്മളിവിടെ തെറ്റി എഴുതാണ് കേട്ടോ. ഇത് 3ാമത്തെ നമ്പർ കണ്ടാണ് 5ാമത്തെ വരിക. അതായത് 6075. കറക്റ്റ് തന്നെയാണ്. 5 തന്നെയാണ് കേട്ടോ ഇത് വരിക. 5 തന്നെയാണ്. 5 3 കറക്റ്റ് ആണ്. ഫ്ലോറ കഴിഞ്ഞിട്ട് തന്നെയാണ്. 6735 ആണ് അല്ലെ? അപ്പൊ ഫ്ലോറ കഴിഞ്ഞിട്ട് തന്നെയാണ് സ്പീഡ് വരിക. 6735. അതിന് 6000 സ്പീഡ് എത്രയാണ്? 6375. അടുത്തത് ലാസ്റ്റ് ആരാ? ഫ്രെഡിക്ക് കിട്ടിയത് 5100. ഫ്രെഡിയുടെ നമ്പർ എത്രയാണ്? ഫ്രെഡി 4ാം നമ്പർ അല്ലെ? 5114. 5114 എഴുതിയാലും കറക്റ്റ് ആണ്. 5114 എഴുതിയാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. അടുത്തത് ബഗ്ഗി കാറിന്റെ നമ്പർ. അബാക്കസിലെ 1000ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 1ന്റെ സ്ഥാനത്തിടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണ്? അതായത് ഇപ്പൊ അബാക്കസിലുള്ള സംഖ്യ എത്രയാണ്? 1000 ആണ് അല്ലെ? അതായത് എത്ര 1000 ആണ്? അബാക്കസ് നോക്കൂ. ഈ അബാക്കസ് 5000 ആണ്. 5 മുത്തല്ലേ 1000ത്തിൽ? അപ്പൊ 5000 ആണ്. 1000 കുറഞ്ഞു 1 കൂടി. അതായത് 1000ത്തിൽ നിന്ന് 1 എടുത്തിട്ട് എവിടെ ഇടാനാണ് പറയുന്നത്? 1ന്റെ സ്ഥാനത്ത് ഇടുക കേട്ടോ. അപ്പൊ കിട്ടിയ സംഖ്യ എത്രയായിരിക്കും? ഇവിടെ നിന്ന് 1 പോയി. അപ്പൊ ഇവിടെ 4000 ആയി. ഇവിടെ 1 ഉണ്ട്. അപ്പൊ 4001. അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോൾ ലഭിച്ച സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് ബഗ്ഗി കാറിന്റെ നമ്പർ. അപ്പൊ നമ്പർ എത്രയാണ്? അബാക്കസിലെ ആദ്യ സംഖ്യ 5000 ആണ് അല്ലെ? 5000ഉം ഇപ്പൊ ലഭിച്ച സംഖ്യ 4001. അപ്പൊ വ്യത്യാസം കണ്ടുപിടിക്കാൻ കുറച്ചാൽ മതി. 5000ത്തിൽ നിന്ന് 4001 കുറയ്ക്കുക. 5000 4001 കുറയ്ക്കുമ്പോൾ 0ത്തിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത സംഖ്യന്റെ അടുത്ത് നിന്ന് കടം ചോദിക്കും അല്ലേ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ 0 ആണ്. അടുത്ത സംഖ്യക്ക് ഒന്നും കൊടുക്കാനില്ല. അപ്പൊ ഈ 5ൽ നിന്ന് ഇങ്ങോട്ട് 1 വരുന്നു. ഇവിടെ 10 ആവുന്നു. 5ന്റെ അവിടെ എന്താവും? 4 ആകും. അടുത്തത് ഈ 10ൽ നിന്നും 1 അടുത്ത 0ത്തിലേക്ക് പോകും. അപ്പൊ ഇവിടെ എത്രയാവും? പിന്നെ 10 ഇല്ല. ഇവിടെ എത്രയാവും? 9 ആകും. അടുത്തത് ഈ 10ൽ നിന്നും അടുത്ത 0യിലേക്ക് 1 പോകുന്നു. അപ്പൊ ഇവിടെ എത്രയായി? ഇവിടെ ഈ 10ൽ ഇവിടെ 9 ആയി. അപ്പൊ 10ൽ നിന്ന് 1 കുറയ്ക്കണു. 10ൽ നിന്ന് 1 കുറച്ച് 9. 9 0 കുറച്ചാൽ 9 തന്നെയാണ്. 9 0 കുറച്ചാൽ 9. 4ൽ നിന്ന് 4 കുറച്ചാൽ 0. അപ്പൊ എത്രയാണ് വ്യത്യാസം? നമ്മുടെ ഏത് ബഗ്ഗിന്റെ നമ്പർ എത്രയാണ്? 999. അടുത്തത് 1 കൂടി ചേർന്നാൽ എത്രയാണെന്ന് നോക്കാം. അബാക്കസിലെ സംഖ്യ എന്താണ്? ഈ അബാക്കസ് നോക്കി സംഖ്യ പറയൂ. എല്ലാത്തിലും 9 മുത്തുകളാണുള്ളത്. അപ്പൊ 9999 ആണ്. ഇതിനോട് 1 കൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? 9999 1 കൂട്ടിയാൽ 10,000 ആണ് കിട്ടുക കേട്ടോ. 10,000. എത്ര കിട്ടും? 10,000 ആണ് കിട്ടുക. എങ്ങനെ കൂട്ടുന്നതെന്നാണ് നമ്മൾ സൈഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത ടോപ്പിക്. അപ്പൊ നമ്മൾ ഉത്തരം എത്ര കിട്ടി? 10,000. ടോമോ കാർ വർക്ക്ഷോപ്പിൽ. കാറോട്ട മത്സരത്തിന് ശേഷം കേടുപാടുകൾ മാറ്റുന്നതിനായി ടോമോ കാറിനെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റി. ബാറ്ററി മാറ്റാൻ 3500 രൂപയും എഞ്ചിൻ പണിക്ക് 2500 രൂപയും പെയിന്റിങ്ങിന് 4000 രൂപയുമായി. ആകെ എത്ര രൂപ ചെലവായി? അപ്പൊ മൊത്തം എത്ര? അതായത് ബാറ്ററി മാറ്റാൻ 3500, എഞ്ചിൻ പണിക്ക് 2500, പെയിന്റിങ്ങിന് 4000 ആയി. എത്ര രൂപ ആകെ ചെലവായി എന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ ഇതുപോലെ എഴുതുക. എന്നിട്ട് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. 3500ഉം 2500ഉം 4000ഉം കൂടെ കൂട്ടുക കേട്ടോ. ഉത്തരം എത്ര കിട്ടും? എത്ര രൂപയായി ആകെ മൊത്തം? 10,000 രൂപയായി. ആകെ ചെലവായ തുക 10,000 രൂപ. അടുത്തത് യാത്ര പോകാം. ടോട്ടോ കാർ ഒരു അഖിലേന്ത്യാ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. അതിനായി 4 ടയറുകളും മാറ്റണം. ഒരു ടയറിന് 2500 രൂപ. ആകെ എത്ര രൂപ വേണം? 4 ടയർ മാറ്റണം അല്ലെ? ഒരു ടയറിന് 2500 ആണെങ്കിൽ ആകെ എത്ര രൂപ? 2500 കൂട്ടണം 2500 കൂട്ടണം 2500 കൂട്ടണം 2500. 4 തവണ കൂട്ടിയാൽ ഉത്തരം എന്ത് കിട്ടും? 10,000. അഖിലേന്ത്യാ യാത്രക്കിടെ ബോണി ഇലക്ട്രിക് കാർ ചാർജ് ചെയ്തപ്പോൾ കൊടുത്ത തുകയാണ് താഴെ തന്നിട്ടുള്ളത്. കാർ ചാർജ് ചെയ്യാൻ ചെലവായ തുക കണക്കാക്കുക.
അപ്പോൾ എത്ര രൂപ ചെലവായി? 3500 രൂപ, 2000 രൂപ, 3000 രൂപ. ആകെ എത്ര തുക ചെലവായത്? 3500 കൂട്ടണം 2000 കൂട്ടണം 3000, എത്ര രൂപയായി മൊത്തം? 8500 രൂപയായി അല്ലേ? അടുത്തത് ഒരു പാറ്റേൺ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ക്രമം തുടരുക. ഇത് പാറ്റേൺ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ പാറ്റേൺ പൂർത്തിയാക്കാൻ. അപ്പൊ ഒന്നാമത്തെ നോക്കൂ, 500, അടുത്തത് 1000, അടുത്ത 1500. 500 കൂടി വരികയാണ് അല്ലേ? അപ്പൊ അടുത്തത് വരും 2000, 2500, 3000, 2500. നമ്മളിവിടുത്തെ ഒരു കോളം വിട്ടുപോയി കേട്ടോ. ഇവിടെ ശരിക്കും വരിക 3000 ആണ് വരിക. 3000 ആണ് കേട്ടോ ഇവിടെ വരിക. നിങ്ങൾ ശരിയാക്കി എഴുതുക. ഇവിടെ 3000 ആണ്, ഈ വരിയില് 3000 വരും. 2500, അത് കഴിഞ്ഞാൽ 3000 ആണ്. 3030 ഇടുക കേട്ടോ. 3000 ആണ് കേട്ടോ ഇവിടെ വരിക. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് എന്ത് വരിക? അടുത്ത ഇവിടെയാണ് 3500 വരിക. 3500, 4000, 4500. അടുത്തത് 4000, 6000, 8000. 2000 ആണ് കൂടി വരുന്നത്. 4000, 6000, 8000. അടുത്തെന്ത് വരും? 10000, 12000, 14000, 16000, 18000, 20000. അടുത്തത് 7600. ഇപ്പൊ എപ്പോഴും കൂടണമെന്നില്ല, കുറഞ്ഞും വരും കേട്ടോ. 7628, 7728, 7828. അപ്പൊ 100 കൂടി 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 വരികയാണ്. 100 ആണ് കൂട്ടേണ്ടത്. അപ്പൊ അടുത്തെന്ത് വരും? 7928, 8028, 8128, 8228, 8328, 8428. അടുത്തത് അതേപോലെ നോക്കൂ, അടുത്ത സിമ്പിൾ ആണ് അല്ലെ? 2222, 3332. അപ്പൊ അവിടെ കൂടുന്നത് എത്രയാ? 1111 വെച്ചിട്ടാണ് കൂടുന്നത്. 4444. അപ്പൊ അടുത്തെന്താണ്? 5555, 6666, 7777, 8888. അതുപോലെ 9999. വീണ്ടും അതിന്റെ കൂടെ 1111 കൂട്ടുക. അപ്പൊ എന്ത് വരും? 11110 വരും. അഞ്ചാമത്തെ ചോദ്യം, 9400, 9300, 9200. 100 കുറച്ച് കുറച്ചാണ് എഴുതുന്നത്. അപ്പൊ 9200 100 കുറച്ച് എത്ര വരും? 9100, 9000, 8900, 8800, 8700, 8600. അടുത്തത് ലാസ്റ്റ് വൺ 3021, 4132, 5243. അടുത്തെന്ത് വരിക? 6354, 7465, 8576, 9685, 10796, 11907. അപ്പൊ എങ്ങനെ ഇത് കിട്ടുക വെച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറയണേ. രണ്ടാമത്തെ സംഖ്യയാണോ ഒന്നാമത്തെ സംഖ്യയാണോ വലുത് നോക്കുക. രണ്ടാമത്തെ സംഖ്യയാണ് വലുതെങ്കിൽ കൂടി 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 വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്രയാണോ കൂട്ടുണ്ടെന്നുള്ള ഉത്തരം കിട്ടും. അതല്ല രണ്ടാമത്തെ സംഖ്യ ചെറുതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് കിട്ടുന്ന ഉത്തരം വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? കുറച്ച് കുറച്ച് പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവായി. മനസ്സിലായി? അങ്ങനെയാണ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എന്റെ പാറ്റേൺ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പാറ്റേൺ എന്ത് ചെയ്യുക? എഴുതി ചേർക്കുക കേട്ടോ. അപ്പൊ എക്സാമിന് പാറ്റേൺ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായും ചോദിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണുകൾ പഠിച്ചു വെക്കുക, അത് എഴുതുക, മിസ് ചെയ്യാതെ എഴുതുക കേട്ടോ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്ന ചോദ്യം. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾക്ക് സംഘടക സമിതി രജിസ്റ്റർ നമ്പറുകൾ കൊടുത്തിരിക്കുന്നു. 5000 മുതൽ 5050 വരെയുള്ള നമ്പറാണ് കൊടുത്തത്. മത്സരത്തിൽ എത്ര കാറുകൾ പങ്കെടുത്തു? 5050 നിന്ന് 5000 കുറയ്ക്കുക, +1 ചെയ്യുക. 51 കാറുകളാണ് പങ്കെടുത്തത്. രണ്ടാമത്തെ ചോദ്യം, 5, 4, 0, 7 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ എഴുതുക. എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു? ഏറ്റവും വലിയ നാലക്ക സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതുക. അപ്പൊ ഏതൊക്കെ സംഖ്യകളാണ് നമുക്ക് 5ഉം 4ഉം 0ഉം 7ഉം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നാലക്ക സംഖ്യകളൊക്കെ ആദ്യം എഴുതുക. ഓക്കെ, അപ്പൊ എത്ര സംഖ്യ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി? 18 സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 7540 ആണ്. മനസ്സിലായല്ലോ? അതെന്ത് ചെയ്യുക? അബാക്കസിൽ അതുപോലെ വരയ്ക്കുകയും ചെയ്യുക. നമ്മൾ ആന്ന് കൊടുത്തിരിക്കുന്നത് 1000, 100, 10, 1 എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 7540 അബാക്കസിൽ ഇതുപോലെ വരയ്ക്കുക. മൂന്നാമത്തെ ചോദ്യം, 9999നും 10100നും ഇടയിലുള്ളതും 1ന്റെ സ്ഥാനത്ത് 0 വരുന്നതുമായ എല്ലാ സംഖ്യകളും എഴുതുക. അപ്പൊ ഏതൊക്കെ വരും? 10000, 10010, 10020, 10030, 10040, 10050, 10060, 10070 അല്ലേ? 10080, 10090. അപ്പൊ 1ന്റെ സ്ഥാനത്ത് 0 വരുന്ന എല്ലാ സംഖ്യകളും എഴുതിയിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, പാറ്റേൺ, വീണ്ടും ഒരു പാറ്റേൺ പൂർത്തിയാക്കുന്ന ചോദ്യം തന്നെയാണ് കേട്ടോ.
അപ്പൊ എത്രയാണ് കൂടി വരുന്നത്? 50 50 കൂട്ടി കൂട്ടി എഴുതുന്നതാണ് ആദ്യത്തെ ചോദ്യം. അടുത്തത് എങ്ങനെ വായിക്കുക? 10300, 10350, 10400, 10450, 10500. ബി ചോദ്യം എങ്ങനെയാ? 1500, 2600, 3700. അടുത്തത് എന്താ? 4800, 5900, 7000, 8100, 9200. സി 14500, 14500, 15250, 15250, 16250, 16000, 16750, 17500, 18250, 19000, 19750. എങ്ങനെയാണ് പാറ്റേൺ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് കുറച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ചെയ്ത് നോക്കുക. ലാസ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, ഞാൻ ആര്? ഒരു സംഖ്യ കണ്ടെത്തുന്നതാണ് കേട്ടോ. ഒരു 4 അക്ക സംഖ്യ കണ്ടെത്താനാണ് ഇവിടെ പറയണത്. ഈ ഞാൻ ആരെന്നുള്ള ചോദ്യമൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ വായിച്ചു നോക്കാം. 4000നും 5000നും ഇടയിലുള്ള സംഖ്യയാണ്. 1000ന്റെ സ്ഥാനത്ത് അക്കത്തിന്റെ ഇരട്ടിയാണ് 1ന്റെ സ്ഥാനത്തെ അക്കം. 1000ന്റെ സ്ഥാനത്ത് അക്കത്തിന്റെ പകുതിയാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. അക്കങ്ങളുടെ തുക 19 ആണ്. സംഖ്യ ഏതാണ്? അപ്പൊ നമുക്ക് നോക്കാം. ഏതാണ് സംഖ്യ? 4528 ആണ് കേട്ടോ. ആറാമത്തെ ചോദ്യം, സംഖ്യ കണ്ടുപിടിക്കുക. 9999 എന്ന സംഖ്യയിൽ നിന്നും 1000 വീതം കുറഞ്ഞു വന്നാൽ എട്ടാമത് വരുന്ന സംഖ്യ എന്താണ്? 100 വീതമാണ് കുറയുന്നതെങ്കിൽ അഞ്ചാമത് വരുന്ന സംഖ്യ എന്താണ്? അപ്പൊ ഒന്നാമത്തെ ചോദ്യം, 9999 എന്ന സംഖ്യയിൽ നിന്നും 1000 വീതം കുറഞ്ഞു വന്നാൽ എട്ടാമത് വരുന്ന സംഖ്യ ഏതാണ്? എട്ടാമത് വരുന്ന സംഖ്യ അല്ലെ? അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് 100 വീതമാണ് കുറയുന്നതെങ്കിൽ അഞ്ചാമത് വരുന്ന സംഖ്യ. അഞ്ചാമത് വരുന്നത് 9599 അല്ലെ? അപ്പൊ ഇതുപോലുള്ള ചോദ്യം തയ്യാറാക്കി കൂട്ടുകാരുമായി പങ്കുവയ്ക്കും. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കുക. അടുത്തത് ഏഴാമത്തെ ചോദ്യം, 1000നും 1100നും ഇടയിൽ പൂജ്യത്തിൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? പൂജ്യത്തിൽ അവസാനിക്കുന്നത് 1010, 1020, 1030, 1040, 1050, 1060, 1070, 1080, 1090 അല്ലെ? പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകള്. അപ്പൊ എന്താ ചോദ്യം? ഇവയിൽ പൂജ്യത്തിൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? എത്ര സംഖ്യ ഉള്ളത്? 1 2 3 5 6 7 8 9 സംഖ്യകളുണ്ട് അല്ലെ? അത് എട്ടാമത്തെ ചോദ്യം, 1 മുതൽ 50 വരെ എഴുതുമ്പോൾ 2 എത്ര തവണ എഴുതണം? എത്ര തവണ 1 മുതൽ 50 വരെ എഴുതുമ്പോൾ 2 എത്ര തവണ എഴുതണം? 15 തവണ അല്ലെ? നോക്കൂ, ഇതിൽ എണ്ണി നോക്കിയാൽ മനസ്സിലായി. 2 എവിടെയൊക്കെ കാണുന്നുണ്ട് എണ്ണി നോക്കുക. 15 തവണ എഴുതണം. അപ്പൊ എത്ര തവണ എഴുതി? അതുപോലെ 2 1 തൊട്ട് 100 വരെ എഴുതുകയാണെങ്കിൽ എത്ര തവണ എഴുതണം? 20 തവണ 2 എഴുതണം അല്ലെ? 2ന് പകരം 3 ആയാലും ഒരേ എണ്ണം തന്നെയാണോ? ഒരേ എണ്ണം തന്നെയാണ്. അതെ, 3 ആണെങ്കിലും 1 തൊട്ട് 50 വരെ ആണെങ്കിലും 20, 1 തൊട്ട് 100 വരെയാണെങ്കിൽ 20 തവണ തന്നെയാണ് എഴുതേണ്ടി വരിക. ലാസ്റ്റ് അന്വേഷണ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. 1 2 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക. ആവർത്തിക്കാതെ നമുക്ക് 2 സംഖ്യ എഴുതാൻ പറ്റൂ അല്ലെ? 12ഉം 21ഉം അല്ലേ എഴുതാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകള്? അപ്പൊ 2 സംഖ്യകൾ 1 2 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ 3 അക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക. അപ്പൊ 6 സംഖ്യകൾ നമുക്ക് എഴുതാൻ പറ്റും. 123, 132, 231, 213, 312, 321. നമുക്ക് അക്കങ്ങൾ ആവർത്തിക്കാതെ 6 സംഖ്യകൾ നമുക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. അടുത്തത് 1 2 3 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ 4 അക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക. നമുക്ക് മൊത്തം 24 സംഖ്യകളാണ് 1ഉം 2ഉം 3ഉം 4ഉം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന, ആവർത്തിക്കാതെ നമുക്ക് എഴുതാൻ പറ്റുന്ന, അക്കങ്ങൾ ആവർത്തിക്കാതെ നമുക്ക് എഴുതാൻ പറ്റുന്ന 4 അക്ക സംഖ്യകൾ 24 സംഖ്യകൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫുൾ ചാപ്റ്ററിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.